നമസ്കാരം. മാധവമനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവോണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും കുടുംബ ബന്ധങ്ങളും ഒക്കെയാണ്. പക്ഷേ ഇത്തവണത്തെ തിരുവോണം ചില നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേക പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. കാരണം തിരുവോണം സമയത്തെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ ചില പ്രധാന ഗ്രഹങ്ങളുടെ സ്ഥാനം വളരെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ഗുരുവിൻ്റെ കർക്കിടകത്തിലെ സഞ്ചാരം, ശനിയുടെ മീനത്തിലെ സഞ്ചാരം, രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും നിൽക്കുന്ന സ്ഥിതി എന്നിവയെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് തൊഴിൽ, സാമ്പത്തികം, ഭാഗ്യം, കുടുംബം, ജീവിതത്തിലെ ഉയർച്ച എന്നിവയിൽ നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 5 നക്ഷത്രക്കാരെ കുറിച്ചാണ്. ഈ 5 നക്ഷത്രങ്ങളെ എടുത്തത് വെറുതെയല്ല. ഓരോ നക്ഷത്രത്തിൻ്റെയും രാശിസ്ഥാനം, നക്ഷത്രാധിപൻ, ഇപ്പോഴത്തെ പ്രധാന ഗ്രഹങ്ങളുടെ സ്ഥാനം, അതിലൂടെ ലഭിക്കുന്ന ഭാവബന്ധങ്ങൾ എന്നിവ കണക്കിലെടുത്താണ് ഈ പട്ടിക തയ്യാറാക്കുന്നത്. അപ്പോൾ ആ 5 നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പുണർദം 4-ാം പാദം, പൂയം, അനിഴം, തൃക്കേട്ട, ചോതി. ഇനി ഓരോ നക്ഷത്രത്തിനും എന്തുകൊണ്ടാണ് സ്ഥാനം നൽകിയതെന്നും തിരുവോണത്തിന് ശേഷം ഏത് മേഖലയിലാണ് നല്ല മാറ്റം പ്രതീക്ഷിക്കാവുന്നതെന്നും നോക്കാം. ഒന്നാമത്തെ നക്ഷത്രമാണ് പുണർദം 4-ാം പാദം. പുണർദം നക്ഷത്രത്തിൻ്റെ 4-ാം പാദം കർക്കിടകം രാശിയിലാണ് വരുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നോക്കാം. തിരുവോണം സമയത്ത് ഗുരു കർക്കിടകം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് പുണർദം 4-ാം പാദക്കാരുടെ രാശിയിലേക്ക് ഗുരുവിൻ്റെ സാന്നിധ്യം വരുന്നു. ഇതാണ് ഈ നക്ഷത്രത്തെ ആദ്യമായി പരിഗണിക്കാനുള്ള പ്രധാന കാരണം. ഗുരുവിനെ ജ്യോതിഷത്തിൽ ജ്ഞാനം, വളർച്ച, അനുഗ്രഹം, അവസരം, സാമ്പത്തിക പുരോഗതി, കുടുംബ സന്തോഷം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി കാണുന്നു. ഗുരു കർക്കിടകത്തിൽ നിൽക്കുന്ന ഈ കാലഘട്ടം ഒക്ടോബർ അവസാനം വരെ തുടരുന്നതായാണ് നിലവിലെ ഗണിതങ്ങൾ കാണിക്കുന്നത്. അതുകൊണ്ട് പുണർദം 4-ാം പാദക്കാർക്ക് തിരുവോണത്തിന് ശേഷം ആദ്യം അനുഭവപ്പെടാൻ സാധ്യതയുള്ളത് ആത്മവിശ്വാസത്തിലെ വർധനവാണ്. നാളുകളായി ഒരു കാര്യം ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ, എനിക്കിത് ചെയ്യാൻ കഴിയുമോ എന്ന സംശയമുണ്ടായിരുന്നെങ്കിൽ ഇനി ആ സംശയം കുറയാം. ഒരു പുതിയ തീരുമാനമെടുക്കാൻ മനസ്സുണ്ടാകാം. ജോലി മാറണമെന്ന് ചിന്തിക്കുന്നവർക്ക് പുതിയൊരു വിവരം ലഭിക്കാം. സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിന് തുടക്കം കുറിക്കാനുമുള്ള ധൈര്യം ലഭിക്കാം. പുണർദം 4-ാം പാദക്കാർക്ക് സാമ്പത്തിക കാര്യത്തിലും ഈ സമയം പ്രതീക്ഷ നൽകുന്നു. പണം പെട്ടെന്ന് ആകാശത്ത് നിന്ന് വീഴും എന്നല്ല അതിനർത്ഥം. പക്ഷെ പണം ഉണ്ടാകാനുള്ള വഴി കാണാൻ തുടങ്ങും. നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് വരുമാനം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കും. അധിക വരുമാനത്തിലുള്ള വഴി തേടും. പഴയൊരു സാമ്പത്തിക തടസ്സം പതുക്കെ മാറാനുള്ള സാധ്യതയുമുണ്ട്. കിട്ടാനുള്ള പണം ലഭിക്കാനുള്ള വഴിയും തുറക്കാം. പ്രധാനമായി സാമ്പത്തിക കാര്യത്തിൽ ഒരു പുതിയ ശീലം തുടങ്ങാൻ പറ്റിയ സമയമാണ്. ജോലി ചെയ്യുന്നവർക്ക് അംഗീകാരം ലഭിക്കാം. നിങ്ങളുടെ കഴിവ് മറ്റുള്ളവർ ശ്രദ്ധിക്കാം. നിങ്ങളെ ഒരു പുതിയ ഉത്തരവാദിത്തത്തിലേക്ക് പരിഗണിക്കാം. ജോലി അന്വേഷിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകുന്ന വിവരം ലഭിക്കാം. പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും മുന്നേറ്റമുണ്ടാകാം. കുടുംബത്തിൽ സന്തോഷകരമായ ഒരു കാര്യം സംഭവിക്കാം. വീടുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ മുന്നോട്ടു പോകാം. കുടുംബത്തിലെ മുതിർന്ന ഒരാളുടെ പിന്തുണ ലഭിക്കാം. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ലൊരു ആലോചന ലഭിക്കാനുള്ള സാധ്യതയും കാണാം. അതുകൊണ്ടാണ് പുണർദം 4-ാം പാദത്തെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. രാശിയിലേക്കുള്ള ഗുരുവിൻ്റെ സാന്നിധ്യമാണ് പ്രധാന കാരണം. പുണർദം 4-ാം പാദക്കാർക്ക് തിരുവോണത്തിന് മുൻപോ തിരുവോണ ദിവസമോ ഗുരുവിനെയോ ശ്രീകൃഷ്ണനെയോ വിഷ്ണുവിനെയോ പ്രാർത്ഥിച്ച് വിളക്ക് തെളിയിക്കാം. കഴിയുമെങ്കിൽ ഒരു ചെറിയ അന്നദാനം ചെയ്യാം. വലിയ ചെലവുള്ള വഴിപാട് ആവശ്യമില്ല. മനസ്സോടെ ചെയ്യുന്ന പ്രാർത്ഥനയും നല്ല പ്രവൃത്തിയും മതി. രണ്ടാമത്തെ നക്ഷത്രം പൂയമാണ്. പൂയം മുഴുവനും കർക്കിടകം രാശിയിലാണ്. അതുകൊണ്ട് പുണർദം 4-ാം പാദത്തെ പോലെ തന്നെ ഗുരുവിൻ്റെ കർക്കിടകത്തിലെ സഞ്ചാരം പൂയം നക്ഷത്രക്കാർക്കും വളരെ ശ്രദ്ധേയമാണ്. പക്ഷേ പൂയം നക്ഷത്രത്തിൻ്റെ സ്വഭാവവും നക്ഷത്രാധിപതിയുടെ ബന്ധവും കൂടി കണക്കിലെടുക്കുമ്പോൾ ഇവർക്ക് പ്രത്യേകിച്ച് സ്ഥിരതയും വളർച്ചയും എന്ന വിഷയമാണ് ശ്രദ്ധിക്കേണ്ടത്. തിരുവോണത്തിന് ശേഷം ജീവിതത്തിൽ ഒരു ക്രമം കൊണ്ടുവരാൻ കഴിയുന്ന സമയമാണ്. നിങ്ങൾ ഏറെ നാളായി ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം പതുക്കെ കാണാൻ തുടങ്ങും. ജോലിയിൽ ഉത്തരവാദിത്തം കൂടാം. അതോടൊപ്പം അംഗീകാരവും ലഭിക്കാം. നിങ്ങളുടെ മേലധികാരികൾക്ക് നിങ്ങളുടെ കഴിവ് ശ്രദ്ധയിൽപ്പെടാം. പുതിയ ചുമതല ലഭിക്കുന്നവർക്ക് അത് പിന്നീട് ഉയർച്ചയ്ക്കുള്ള വഴിയായി മാറാം. ജോലി അന്വേഷിക്കുന്നവർക്ക് ശ്രമം തുടരുക. ഒരപേക്ഷ അയച്ചിട്ട് മറുപടി കിട്ടിയില്ലെന്ന് കരുതി നിർത്തരുത്. ഈ കാലഘട്ടത്തിൽ തുടർച്ചയായ ശ്രമം പ്രധാനമാണ്. പൂയ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ഏറ്റവും നല്ലത് സ്ഥിരത ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. കിട്ടുന്ന പണം മുഴുവൻ ചെലവാക്കാതെ കുറച്ച് മാറ്റിവെക്കുക. കടമുണ്ടെങ്കിൽ പതുക്കെ കുറയ്ക്കാനുള്ള പദ്ധതി തയ്യാറാക്കുക. അധിക വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ള ചെറിയൊരു തുടക്കം കുറിക്കുക. ഇവയാണ് ഈ ഗ്രഹത്തിൻ്റെ നല്ല സാധ്യതകൾ ഉപയോഗപ്പെടുത്താനുള്ള വഴി.
കുടുംബത്തിൽ സമാധാനം വർദ്ധിക്കാം. വീട്ടിലെ മുതിർന്നവരുടെ അനുഗ്രഹം ലഭിക്കാം. കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷകരമായ ഒരു മാറ്റമുണ്ടാകാം. വിവാഹം ആലോചിക്കുന്നവർക്കൊരു നല്ല ബന്ധം ലഭിക്കാം. വിവാഹിതർക്ക് കുടുംബത്തോടൊപ്പം സന്തോഷകരമായ സമയങ്ങളുണ്ടാകും. പൂയം നക്ഷത്രക്കാർ ചെയ്യേണ്ടത് തിരുവോണത്തിന് മുൻപ് വിഷ്ണുവിനെയോ ഗുരുവിനെയോ പ്രാർത്ഥിച്ച് ഒരു വിളക്ക് തെളിയിക്കുക. കഴിയുമെങ്കിൽ ഒരു കുട്ടിക്കോ വയോധികനോ ഭക്ഷണം നൽകുക. അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവനുസരിച്ച് ഒരു ചെറിയ സഹായമെങ്കിലും ചെയ്യുക. മൂന്നാമത്തെ നക്ഷത്രം അനിഴമാണ്. അനിഴം വൃശ്ചികം രാശിയിലാണ്. ഇവിടെ പ്രധാനമായി നോക്കേണ്ടത് ഗുരുവിനെ മാത്രമല്ല, ഗുരു കർക്കിടകത്തിൽ നിന്ന് വൃശ്ചികത്തെ നോക്കുന്ന ബന്ധവും ശനി മീനത്തിൽ നിന്ന് ലഭിക്കുന്ന ബന്ധവും കുംഭത്തിലെ രാഹുവിൻ്റെ സ്ഥാനവും ചേർത്ത് നോക്കുമ്പോഴാണ് അനിഴത്തിന് ഈ പട്ടികയിൽ സ്ഥാനം നൽകുന്നത്. വൃശ്ചികം രാശിയിൽ നിന്ന് കർക്കിടകം 9ാം സ്ഥാനമാണ്. അതുകൊണ്ട് ഗുരുവിൻ്റെ കർക്കിടക സഞ്ചാരം ഭാഗ്യം, ദൂരയാത്ര, ഉയർന്ന പഠനം, ഗുരുസഹായം, ആത്മീയത, ജീവിതത്തിൽ പുതിയ ദിശ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുന്നു. ഇതാണ് അനിഴത്തെ ഉൾപ്പെടുത്താനുള്ള പ്രധാന കാരണം. അനിഴം നക്ഷത്രക്കാർക്ക് തിരുവോണത്തിന് ശേഷം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്നൊരു അവസരം വരാം. ഒരു വ്യക്തിയുടെ സഹായം ലഭിക്കാം. നാളുകളായി ആലോചിച്ചിരുന്ന യാത്ര നടക്കാം. വിദേശ കാര്യങ്ങളിൽ നീക്കമുണ്ടാകാം. ഉയർന്ന പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് നല്ല അവസരവും ലഭിക്കാം. ജോലിയിലൊരു പുതിയ ദിശ വരാം. സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അവസരം ലഭിക്കാം. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു വഴി തുറക്കാം. സ്വന്തമായി ജോലി ചെയ്യുന്നവർക്ക് ദൂരെയുള്ള ആളുകളുമായി ബന്ധപ്പെടുന്നതിലൂടെ നേട്ടം ലഭിക്കാം. അനിഴം നക്ഷത്രക്കാർക്ക് പണം സംബന്ധിച്ച് പ്രധാനമായും വളർച്ചയ്ക്കുള്ള വഴി കാണാം. പെട്ടെന്ന് വലിയ പണം ലഭിക്കുമെന്ന് പറയുന്നതിനു പകരം വരുമാനം കൂട്ടാനുള്ള സാധ്യതകളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു പുതിയ ജോലി, ഒരധിക ജോലി, ഒരു പുതിയ കഴിവ്, ഒരു പുതിയ ബന്ധം, ഇവയിൽ ഏതെങ്കിലും സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമാകാം. കുടുംബത്തിൽ നിന്ന് പിന്തുണ ലഭിക്കും. മുതിർന്ന ഒരാളുടെ അനുഗ്രഹം പ്രധാനപ്പെട്ടതാകും. ക്ഷേത്ര ദർശനത്തിനും ആത്മീയ കാര്യങ്ങൾക്കും മനസ്സ് കൂടുതൽ തിരിയാം. അത് മനസ്സിന് സമാധാനം നൽകും. അനിഴ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് തിരുവോണത്തിന് മുൻപ് ശിവക്ഷേത്ര ദർശനം നടത്താം. കഴിയുമെങ്കിൽ ശിവന് ജലം സമർപ്പിക്കാം. അല്ലെങ്കിൽ വീട്ടിൽ ശിവനെ മനസ്സിൽ ധ്യാനിച്ച് ഒരു വിളക്ക് തെളിയിക്കാം. ഒരു ചെറിയ ദാനം ചെയ്യുക. പ്രധാനമായ ഒരു കാര്യം, നിങ്ങൾക്ക് ലഭിക്കുന്ന നല്ല അവസരം മറ്റൊരാൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കുക. അനിഴ നക്ഷത്രക്കാർക്ക് അതൊരു മനോഹരമായ തുടക്കമായിരിക്കും. നാലാമത്തെ നക്ഷത്രം തൃക്കേട്ടയാണ്. തൃക്കേട്ടയും വൃശ്ചികം രാശിയിലാണ്. അനിഴം പോലെ തന്നെ വൃശ്ചികത്തിൽ നിന്ന് കർക്കിടകത്തിലെ ഗുരുവിൻ്റെ സ്ഥാനം നോക്കുമ്പോൾ 9ാം സ്ഥാനത്തിൻ്റെ ഫലങ്ങൾ ലഭിക്കുന്നു. പക്ഷേ തൃക്കേട്ടയുടെ നക്ഷത്രാധിപതി ബുധനാണ്. അതുകൊണ്ട് ബുദ്ധി, ആശയവിനിമയം, കച്ചവടം, പഠനം, പുതിയ ബന്ധങ്ങൾ തുടങ്ങിയ കാര്യങ്ങളും ഇവിടെ പ്രധാനമാക്കുന്നു. ഇതാണ് തൃക്കേട്ടയെ 4ാമതായി പരിഗണിക്കാനുള്ള കാരണം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സ്വന്തം കഴിവ് പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കാം. നിങ്ങൾക്ക് സംസാരിക്കാനും എഴുതാനും പഠിപ്പിക്കാനും വിൽക്കാനും ഉപദേശിക്കാനും കഴിയുന്ന കഴിവുകളുണ്ടെങ്കിൽ അതിലൂടെ പുതിയ സാധ്യതകൾ തുറക്കാം. ജോലി ചെയ്യുന്നവർക്ക് മേലധികാരികളുടെ ശ്രദ്ധ ലഭിക്കാം. സ്വന്തമായി ജോലി ചെയ്യുന്നവർക്ക് പുതിയ ഉപഭോക്താക്കളെ ലഭിക്കാം. തൃക്കേട്ടക്കാർക്ക് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ആശയം മനസ്സിൽ വരാം. പുതിയൊരു ജോലി പഠിക്കാം. പുതിയൊരു സംരംഭത്തെക്കുറിച്ച് ചിന്തിക്കാം. നിങ്ങളുടെ പഴയ കഴിവ് വീണ്ടും ഉപയോഗപ്പെടുത്താം. ഇവയൊക്കെ സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമാക്കാം. ദൂരയാത്രയ്ക്ക് സാധ്യതയുണ്ട്. വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാം. വിദേശത്ത് ജോലി ചെയ്യുന്നവരിൽ നിന്ന് ഒരു നല്ല വിവരം ലഭിക്കാം. കുടുംബത്തിൽ സന്തോഷകരമായൊരു കാര്യമുണ്ടാകാം. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ലൊരു ബന്ധം വരാം. വിവാഹിതർക്ക് പങ്കാളിയോടൊപ്പം ഒരു പ്രധാന തീരുമാനമെടുക്കാം. തിരുവോണത്തിന് മുൻപ് ഗണപതിയെ പ്രാർത്ഥിച്ച് ഒരു വിളക്ക് തെളിയിക്കുക. തുടങ്ങാനിരിക്കുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കഴിയുമെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് പഠന സഹായം ചെയ്യുക. ഒരു പുസ്തകം സമ്മാനിക്കുക. അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സഹായിക്കുക. കാരണം തൃക്കേട്ട നക്ഷത്രത്തിന് ബുദ്ധിയും പഠനവും ആശയവിനിമയവും പ്രധാനമാണ്. 5ാമത്തെ നക്ഷത്രം ചോതിയാണ്. ചോതി തുലാം രാശിയിലാണ്. ഇവിടെ ഗുരു കർക്കിടകത്തിൽ നിൽക്കുന്നത് തുലാം രാശിയിൽ നിന്ന് 10ാം സ്ഥാനത്താണ്. 10ാം സ്ഥാനം എന്ന് പറയുന്നത് തൊഴിൽ, പ്രവർത്തനം, സ്ഥാനമാനം, ഉത്തരവാദിത്തം, സാമൂഹിക അംഗീകാരം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് ചോതി നക്ഷത്രത്തെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇവിടെ പ്രധാന ശ്രദ്ധ തൊഴിലിലാണ്. ചോതി നക്ഷത്രക്കാർക്ക് തിരുവോണത്തിന് ശേഷം തൊഴിൽ മേഖലയിൽ പുതിയൊരു ചലനമുണ്ടാകാം. നിങ്ങളുടെ കഴിവ് ശ്രദ്ധിക്കപ്പെടാം. ഒരു പുതിയ ഉത്തരവാദിത്തം ലഭിക്കാം. ജോലിയിൽ സ്ഥാനമാറ്റമുണ്ടാകാം. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ലൊരു അവസരം വരാം. സ്വന്തമായി ജോലി ചെയ്യുന്നവർക്ക് പുതിയ ആളുകളുമായി ബന്ധപ്പെടാം. നിങ്ങളുടെ പേര് കൂടുതൽ ആളുകളിലേക്ക് എത്താം. തൊഴിൽ മേഖലയിലെ വളർച്ചയോടൊപ്പം സാമ്പത്തികമായും പുരോഗതി ഉണ്ടാകാം. വരുമാനം കൂട്ടാനുള്ള വഴി കണ്ടെത്താം. നിങ്ങളുടെ കഴിവിന് കൂടുതൽ വില ലഭിക്കാം. പുതിയൊരു ജോലി അല്ലെങ്കിൽ അധിക വരുമാന മാർഗം തുടങ്ങാം. പണം കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ പക്വത വരും.
ചോതി നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ലൊരു ബന്ധം വരാം. വിവാഹിതർക്ക് കുടുംബത്തോടൊപ്പം ഒരു സന്തോഷകരമായ തീരുമാനമെടുക്കാം. വീട് സംബന്ധിച്ച കാര്യങ്ങളിലും മുന്നേറ്റമുണ്ടാകാം. ചോതി നക്ഷത്രക്കാർക്ക് തിരുവോണത്തിന് മുൻപ് മഹാലക്ഷ്മിയെയോ ദേവിയെയോ പ്രാർത്ഥിച്ച് ഒരു വിളക്ക് തെളിയിക്കാം. വെള്ളിയാഴ്ച സാധ്യമെങ്കിൽ ക്ഷേത്രദർശനം നടത്താം. പൂക്കൾ സമർപ്പിക്കാം. കഴിയുന്ന രീതിയിൽ ഒരു സ്ത്രീയെ സഹായിക്കാം, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് ഭക്ഷണം നൽകാം. ഇനി ഈ 5 നക്ഷത്രക്കാരും തിരുവോണ ദിവസം രാവിലെ കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിക്കുക, വീട്ടിൽ വിളക്ക് തെളിയിക്കുക, കഴിയുമെങ്കിൽ പൂക്കളം ഒരുക്കുക, മഹാബലിയെയും വാമനനെയും ഓർത്ത് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കുക, കുടുംബത്തിലെ എല്ലാവരോടും സ്നേഹത്തോടെ സംസാരിക്കുക, ഒരു ചെറിയ ദാനം ചെയ്യുക. അത് പണമായിരിക്കണമെന്നില്ല, ഒരു നേരത്തെ ഭക്ഷണം പോലും മതിയാകും. കാരണം നമ്മുടെ മനസ്സിലെ സന്തോഷമാണ് ഏറ്റവും വലിയ ഐശ്വര്യം. ഈ 5 നക്ഷത്രക്കാരും ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക. തിരുവോണം കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല അവസരം വന്നാൽ അത് ചെറുതാണെന്ന് കരുതി ഉപേക്ഷിക്കരുത്. ഒരു ചെറിയ ജോലി, ഒരു ചെറിയ അവസരം, ഒരു ചെറിയ പരിചയം, ഒരു ചെറിയ യാത്ര, അല്ലെങ്കിൽ ഒരു ചെറിയ സാമ്പത്തിക നേട്ടം, ഇതിലേതെങ്കിലും പിന്നീട് വലിയൊരു വഴിയായി മാറാം. പ്രത്യേകിച്ച് ഈ കാലത്ത് ഗുരുവിൻ്റെ അനുഗ്രഹം എന്ന വിശ്വാസത്തോടൊപ്പം സ്വന്തം പരിശ്രമവും ചേർക്കുക. പുണർദം 4-ാം പാദക്കാർ, പൂയം നക്ഷത്രക്കാർ, അനിഴം, തൃക്കേട്ട, ചോതി, നിങ്ങൾ ഈ 5-ൽ ഒരാളാണെങ്കിൽ ഈ തിരുവോണത്തെ ഒരു നല്ല തുടക്കമായി കാണൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നടന്നിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വിഷമിച്ച് നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇനി നടക്കാനുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് പ്രതീക്ഷയോടെ നോക്കണം. പുണർദം 4-ാം പാദക്കാർക്ക് സ്വന്തം ജീവിതത്തിൽ വളർച്ചയ്ക്കുള്ള പുതിയൊരു വഴി ഉറപ്പായും തെളിയും. പൂയം നക്ഷത്രക്കാർക്ക് സ്ഥിരതയും കുടുംബ സന്തോഷവും. പുണർദം 4-ാം പാദക്കാർക്ക് സ്വന്തം ജീവിതത്തിൽ വളർച്ചയ്ക്കുള്ള പുതിയ വഴി ഉറപ്പായും തുറക്കും. പൂയം നക്ഷത്രക്കാർക്ക് സ്ഥിരതയും കുടുംബ സന്തോഷവും സാമ്പത്തിക പുരോഗതിക്കുമുള്ള അവസരങ്ങൾ ഉണ്ടാകും. അനിഴം നക്ഷത്രക്കാർക്ക് ഭാഗ്യവുമായി ബന്ധപ്പെട്ട പുതിയ വാതിലുകളും യാത്രയും പഠനവും മുന്നേറ്റവും ഉണ്ടാകും. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കഴിവിലൂടെ പുതിയ അവസരങ്ങളും വരുമാന വഴികളും തുറക്കും. ചോതി നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിൽ ഉയർച്ചയും അംഗീകാരവും സാമ്പത്തിക പുരോഗതിക്കുമുള്ള സാധ്യതകളും കൂടുതലായി കാണും. തിരുവോണം ഒരു ദിവസം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും സന്തോഷത്തെ ക്ഷണിക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് ഈ തിരുവോണത്തിനൊരു വിളക്ക് തെളിയിക്കൂ, ഒരു നല്ല വാക്കു പറയൂ, ഒരു സഹായം ചെയ്യൂ, നല്ല തീരുമാനമെടുക്കൂ. പിന്നെ നിങ്ങളുടെ പരിശ്രമം തുടരൂ. നല്ല സമയം വരട്ടെ എന്ന് കാത്തിരിക്കാതെ നല്ല സമയത്തെ സ്വീകരിക്കാൻ നമ്മളും തയ്യാറാകണം. ഈ തിരുവോണം ഈ 5 നക്ഷത്രക്കാർക്കും നല്ലൊരു വഴിത്തിരിവിൻ്റെ തുടക്കമാകട്ടെ. വീട്ടിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിറയട്ടെ. സാമ്പത്തികമായി നല്ലൊരു വളർച്ച നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങളുടെ നല്ല ആഗ്രഹങ്ങൾ എല്ലാം സഫലമാകട്ടെ. മഹാബലിയുടെ അനുഗ്രഹവും ദൈവാനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. നന്ദി, നമസ്കാരം.